സൗണ്ട് കേട്ടിട്ട് സംശയിക്കേണ്ടത് ഞാൻ തന്നെ. തൊണ്ടേനും ജലദോഷമൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ ആകെ അടിച്ചു പോയിരിക്കണായിരുന്നു. ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ ആലോചിക്കണം. പക്ഷേ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റിയില്ല. ഞാനും ഉമ്മ ഇവിടെ നിന്ന് പുറത്ത് വന്നിക്കണേ. ഈ വഴി ഗ്രാമവണ്ടി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നതാണ് ഉമ്മി. ഇപ്പോൾ ജംഗ്ഷനിൽ പോയായിരുന്നു ഞങ്ങൾ നേരത്തും കാലത്ത് സ്ഥലത്തെത്തിയേനെ. ഗ്രാമവണ്ടി വന്നില്ല, ഒന്നും വന്നില്ല. ഗ്രാമവണ്ടി നോക്കിയൊന്ന് കാണാതെ ഇപ്പം ഞങ്ങൾ പയ്യെ ജംഗ്ഷനിലേക്ക് തന്നെ അങ്ങോട്ട് തിരിച്ച്. ജംഗ്ഷനിൽ ചെന്നപ്പോഴാണെങ്കിൽ ബസ്സും വരണില്ല. പിന്നെ കാത്തുകെട്ടി നിന്ന് അങ്ങനെ അവസാനം ബസ് കിട്ടി. പൂക്കാട്ടോടിയിൽ നിന്ന് ആലുവയിലേക്ക് ബസ് കാത്തു നിന്നപ്പോഴേക്കും ഒരു വീഡിയോ എടുക്കാനായിട്ട് ഉമ്മനെ വിളിച്ചപ്പോൾ ഉമ്മ വെച്ചെടുത്തിട്ട് ഓടണം. അങ്ങനെ ആലുവക്ക് ബസ് കയറി ഞങ്ങൾ നേരെ വന്ന് പഞ്ചായത്തിൽ ഇറങ്ങി. പഞ്ചായത്ത് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ഊണ് കണ്ടപ്പോൾ ഞാൻ ഉമ്മയോട് ഊണ് അടിച്ചിരുന്ന ഉമ്മേനെ അടിക്കണം. നീ ആരെ ബിഗ് ബോസിലെ ആളാരെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ന ആളാണോ ഉമ്മ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ബിഗ് ബോസിൻ്റെ ഫാനൊന്നുമല്ല. എന്തെങ്കിലും ആവട്ടെ, ഞാളുടെ പേര് പറഞ്ഞാൽ അവരുടെ ഫാൻസിനൊന്നും ഒരു വിഷമമുണ്ടല്ലോ. ഉമ്മ എവിടെ? പെട്ടെന്ന് കാണാണ്ടായപ്പോൾ ഞാനൊന്ന് പേടിച്ചു. ഉമ്മയ്ക്ക് ഇടക്കിടക്ക് ഉള്ളതാണ് ഈ വികൃതി. പോണ വഴിക്കൊന്ന് ബേക്കറി കയറി ചായയും കുടിച്ച് അങ്ങനെ കസിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് വെള്ളം കുടിച്ചിറങ്ങി. അപ്പോൾ വന്ന വഴിക്ക് ഇത്തത്തെ കൊച്ചിൻ്റെ അടുത്തൊന്ന് കയറിയല്ലോ എന്ന് പറഞ്ഞു. കൊച്ചിനൊന്നും മേടിക്കാണ്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നി. ഉള്ളത് പറയാമല്ലോ, കാര്യം നല്ല കളിയും ചിരിക്കുകയാണ് ഞങ്ങൾ. പക്ഷെ അവൾക്ക് വാങ്ങിയ മഞ്ചെന്ന് പറഞ്ഞാൽ ഞാനെടുത്ത്. ഉള്ളത് പറയാം, മഞ്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ വീക്ക്നെസ്സാണ്. അപ്പോൾ അത്രയും വലിയ മഞ്ചൊക്കെ ഞാനൊക്കെ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റേ ബൈ ബൈ പറഞ്ഞിറങ്ങി. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞതിന് നേരെ വീട്ടിലേക്കാണ് പോണ. വഴിക്കുമ്പോഴേക്കും പച്ചക്കറി കൂടി വാങ്ങാനായിട്ട് കടയിൽ കയറാനായിട്ട്. ഈ പച്ചക്കറിയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് രാവിലെ എങ്ങാണ്ട് ഇറങ്ങിയതാണ്. ലോകം മൊത്തം ചുറ്റി വീടെത്തണ പോലെ ഉണ്ട്.